ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, ഇന്നത്തെ എനർജി എന്തൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. വളരെ നല്ലൊരു ദിവസം തന്നതിന് താങ്ക് യു സോ മച്ച് പറയാം കേട്ടോ. നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്. ഓക്കെ, അതിനുള്ളിൽ നമുക്ക് യൂണിവേഴ്സൽ ഗൈഡൻസിൻ്റെ കാർഡ് വെച്ചിട്ട് നോക്കാം എന്താണെന്ന്. യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്താണ് ഇന്നേ ദിവസം? യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്താണ്? യൂണിവേഴ്സ് ഇന്ന് നമുക്ക് തരുന്ന ഗൈഡൻസ് റാൻഡം ചെക്കാണ് കേട്ടോ. റാൻഡം ചെക്ക് ഫസ്റ്റ് കാണാൻ വന്നിട്ട് അത് ഹൗ ടു യൂസ് എന്നുള്ളത് പറയുന്നത് കേട്ടോ. ഓക്കെ, നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ജോയ്ഫുൾ സോക്കർ ആണ്. ലവ്, ലാഫ്റ്റർ, ബിലോങ്ങിങ്. ദിസ് ഈസ് ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് ഇൻ ദിറ്റ്സ് പ്യുവറസ്റ്റ് ഫോം. സോക്ക് ഇറ്റ് ഇൻ. യു ആർ ലിവിങ് എ ഹാർട്ട്ഫുൾ മൊമെൻറ്റ്, ലെറ്റ് ഇറ്റ് ഓവർഫ്ലോ. അതായത് നിങ്ങൾ ക്വീൻ ഓഫ് കപ്പിൻ്റെ എനർജിയിൽ ഇരിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. ഏത് സാഹചര്യത്തിലാണോ നിൽക്കുന്നത് അവിടെ ഇമോഷണൽ ഫുൾഫിൽമെൻറ്റോടുകൂടി നിൽക്കുക എന്നാണ്. അവിടെ ഫേക്ക് മാസസ് വേണ്ട, ഒരു മാസ്കും വേണ്ട. വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. അവിടെ നിങ്ങൾ ഏറ്റവും ലവിൻ്റെ ഏറ്റവും പ്യുവറസ്റ്റ് ഫോം നിങ്ങൾ പുറത്തെടുക്കാനാണ് ഫസ്റ്റ് കാർഡ് പറയുന്നത്. അതായത് ഏറ്റവും ഹാപ്പി ആയിട്ട് ഏറ്റവും പ്യുവറായിട്ടിരിക്കാനാണ് പറയുന്നത്. വളരെ ഹാപ്പി ആയിട്ടെ. ദ സോൾ സ്റ്റിറർ ആണ്. റൊമാൻസ്, ആർട്ട് ഓർ എ ഹാർട്ട് ഫെൽറ്റ് മിഷൻ ഈസ് കോളിംഗ്. ഫോളോ ദ ഫ്ലട്ടർ, ബി സോഫ്റ്റ്, ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുള്ളി ഓപ്പൺ ടു വണ്ടർ. സെയിം കാർഡാണ്. നിങ്ങൾ ഓവർഫ്ലോ ചെയ്യാൻ പറഞ്ഞില്ലേ ആദ്യമേ. നിങ്ങൾ എത്ര പ്യുവറായിട്ടിരിക്കാൻ പറ്റുന്നോ, എത്ര ഇമോഷണൽ ഫുൾഫിൽമെൻറ്റിൽ ഇരിക്കുന്നോ അത്രയും നല്ലതായിരിക്കും ഇന്നത്തെ ദിവസം. അത്ര ഹാപ്പി ആയിട്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നാണ് പറയുന്നത്. പൊട്ടിച്ചിരിക്കുക, എവിടെയാണോ ഉള്ളത് അവിടെ അതിൻ്റെ പാർട്ട് ആൻഡ് പാഴ്സൽ ആവുക എന്നൊക്കെയാണ് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. റൊമാൻസ്, ആർട്ട് ഓർ എ ഹാർട്ട് ഫെൽറ്റ് മിഷൻ ഈസ് കോളിംഗ്. ചിലപ്പോൾ ഇന്ന് റൊമാൻസ്, ഒരു പുതിയ റൊമാൻസ് നിങ്ങളിലേക്ക് വരാം, പുതിയൊരു പാഷൻ നിങ്ങളിലേക്ക് വരാം. അതുപോലെ ഒരു മിഷൻ, നിങ്ങളൊരു പുതിയ സ്റ്റാർട്ടിങ്ങിലായിരിക്കും ഇന്ന ദിവസം ഉള്ളത്. അതിനെ നിങ്ങൾ പറക്കാൻ അനുവദിക്കുക. അപ്പോൾ എന്ത് ആണോ നിങ്ങളിലേക്ക് വരുന്നത് അതിൻ്റെ ഏറ്റവും പ്യുവറസ്റ്റ് ഫോമിൽ ഓപ്പൺ അപ്പ് ആക്കി വിടാനാണ് പറയുന്നത്. സോഫ്റ്റ് ആയിരിക്കുക, ബോൾഡായിരിക്കുക ആൻഡ് ബ്യൂട്ടിഫുള്ളി ഓപ്പൺ ടു വണ്ടർ. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, സെൽഫ് മാസ്കുകൾ വെക്കേണ്ട ആവശ്യമില്ല. ഇന്ന് എങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നോ, എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് അതുപോലെ നിങ്ങൾ എക്സിബിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന ദിവസം അങ്ങനെ ഇരിക്കാൻ പറ്റും. നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഒരു പുതിയ തുടക്കമായിരിക്കും. ആ പുതിയ തുടക്കത്തിനെ എത്ര നന്നായിട്ട് നിങ്ങൾക്ക് ഓപ്പൺ അപ്പ് ആക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് ഓപ്പൺ അപ്പ് ആയിരിക്കാനാണ് പറയുന്നത് കേട്ടോ. ദെൻ മൈൻഡ് ഡാൻസർ ആണ്. ക്യൂരിയസ്, കാൻഡിഡ്, കോൺസ്റ്റൻ്റ്ലി തിങ്കിങ്, ചേസ് നോളജ്, ആസ്ക് ക്വസ്റ്റ്യൻസ്, stir the air around you, stay open as your next aha is just a thought away. ഇതും പറയുന്നത് സെയിം. നിങ്ങൾ വളരെ ക്യൂരിയസ് ആയിരിക്കും. പുതിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതാവാം, പുതിയ ഒരു മെൻറ്ററിൻ്റെ അടുത്ത് നിങ്ങൾ പോകുന്നതാവാം, നിങ്ങൾ കൂടുതൽ ഓവർ തിങ്ക് ചെയ്യുന്നതാവാം. ഇന്ന് ചിലപ്പോൾ ഓവർ തിങ്ക് ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ദിവസമായിരിക്കാൻ സാധ്യതയുണ്ട്. സോറി. അതുപോലെ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരിക്കുന്ന ആ സ്ഥലം അതിനെ സന്തോഷത്തിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ ഓപ്പൺ അപ്പ് ആവുക എന്നാണ്. സ്റ്റേ ഓപ്പൺ ആസ് യുവർ നെക്സ്റ്റ് ആഹാ ഈസ് ജസ്റ്റ് എ തോട്ട് അവേ. നിങ്ങളെ ചുറ്റും ഇരിക്കുന്ന ആളുകളെ കൊണ്ട് ആഹാ സന്തോഷം എന്ന രീതിയിലാക്കാൻ വേണ്ടിയിട്ട് ഒരു തിങ്ക്, ഒരു തോട്ടിനപ്പുറം മാത്രം മതി. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. അതിനർത്ഥം നിങ്ങൾ ഇന്നേ ദിവസം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കും, സ്വന്തമായിട്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും എന്നാണ്. അപ്പോൾ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യേണ്ട, ജസ്റ്റ് ഫ്രീ ആയിട്ടിരിക്കാനാണ് പറയുന്നത് കേട്ടോ. ഒത്തിരി ഓവർ തിങ്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ ഓപ്പൺ അപ്പ് ആക്കി വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ടാരോസ് എന്താ പറയുന്നത് നോക്കാം. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തുറക്കുന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങളിലേക്ക് പണം, അബണ്ടൻ്റ് ആയിട്ട് പണം വരുന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പണം കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്കൊരു ജോബ് ഓഫർ ആയിരിക്കാം, ഒരു പുതിയ തുടക്കം എന്നാണ്. ഒരു ഫിനാൻഷ്യൽ ന്യൂ ബിഗിനിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ജോബ് കിട്ടുന്നതായിരിക്കാം, പുതിയ ഓൺടർപ്രണർഷിപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഇപ്പോൾ പേഴ്സണൽ റീഡിങ് എടുത്ത് നിങ്ങൾക്ക് പൈസ കിട്ടൂല, അതുപോലെ എന്തെങ്കിലും സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം. ഓൺടർപ്രണർഷിപ്പ് വലിയൊരു സംരംഭമായിട്ടല്ല, ഒരു കൊച്ചു കൊച്ചു കാര്യമായിട്ട് ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നതാകാനും സാധ്യതയുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഫിനാൻഷ്യലി അബണ്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണെന്നാണ്. പൈസ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. മിനിഞ്ഞാന്ന് ഫസ്റ്റ് കാർഡ് വന്നത്
വീൽ ഓഫ് ഫോർച്യൂൺ ആയിരുന്നു. അപ്പോൾ ഞാനന്ന് ഭാഗ്യമുള്ള ദിവസമാണെന്ന് പറഞ്ഞു. 2 പേര് പേഴ്സണൽ റീഡിങ് എടുത്തവർ അന്ന് ലോട്ടറി എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ചിട്ടി എനിക്ക് ചിട്ടി അടിച്ചായിരുന്നു അന്നേ ദിവസം. അപ്പം അന്നൊരു ഹാപ്പി അല്ലെങ്കിൽ ഒരു ഭാഗ്യമുള്ള ദിവസമായിരുന്നു എന്ന് പറഞ്ഞത് സത്യമാണ്. എനിക്ക് അന്ന് ചിട്ടി ഉണ്ടായിരുന്നു. ദെൻ ഏസ് ഓഫ് കപ്സ് ആണ് ഒരു ന്യൂ സ്റ്റാർട്ട് ഓഫ് എ ബിഗിനിങ് ഓർ എ ബിഗിനിങ് ഓഫ് എ ന്യൂ ലവ് ആണ് കേട്ടോ. ഒരു പുതിയ സ്നേഹം നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. അതായത് ഒരു പുതിയ ലവ് ആയിരിക്കാം, പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഒരു പുതിയ ഓഫർ ആയിരിക്കാം. അത് ജോബ് ഓഫർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഹെൽപ്പ് കിട്ടുന്നതായിരിക്കാം. അതും അല്ലെങ്കിൽ ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ് കാണുന്നത്. ഇത് ഏസ് ഓഫ് കപ്സ് പറയുന്നത് ചിലപ്പോൾ പിണങ്ങി മാറി നിൽക്കുന്ന ആളുകൾക്ക് നിങ്ങളോടൊരു പുതിയ ഇമോഷണൽ അവൈക്കനിങ് ഉണ്ടാകുന്നതാകാനും സാധ്യതയുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുന്ന ആളുകളോട് മിണ്ടാനും അവിടെ ഒരു പുതിയ ലവിലൊരു പുതിയ ഓപ്പണിങ് ഉണ്ടാകുന്നതാകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു ഓഫറിൻ്റെ കാർഡും കൂടിയാണേ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ജോബ് ഓഫറോ ഒരു ഹെൽപ്പോ ഒരു ഗിഫ്റ്റോ ഒക്കെ കിട്ടാൻ സാധ്യതയുള്ളതായിട്ടും കാണുന്നുണ്ട്. ദെൻ 10 ഓഫ് കപ്സ് ആണ് ഫാമിലി യൂണിയൻ്റെ കാർഡാണ്. ഫാമിലിയുമൊപ്പം സമയം സ്പെൻഡ് ചെയ്യുക, ഫാമിലിയോടൊപ്പം യാത്ര പോവുക, ഇതൊക്കെയാണ് 10 ഓഫ് കപ്സ് പറയുന്നത്. ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും, ഫാമിലിയിൽ നല്ല പോസിറ്റീവ് വൈബ്രേഷനോട് കൂടി ഇരിക്കാൻ പറ്റും, നല്ല ഗുഡ് ടൈംസ് ഫാമിലിയിൽ ഉണ്ടാകുമെന്നാണ് 10 ഓഫ് കപ്സ് പറയുന്നത്. ഇത് ഫാമിലി സെപ്പറേഷനിൽ ഇരിക്കുന്ന ഫാമിലി ആണെങ്കിൽ അവിടെ റീയൂണിയൻ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഫാമിലിയിലേക്ക് തിരിച്ചു വരുന്നതാവാം, അല്ലെങ്കിൽ ഫാമിലിയെ കാണാൻ വരുന്നതാവാം, അല്ലെങ്കിൽ ഫാമിലി പോലുള്ള ആളുകൾ തമ്മിലുള്ള റീയൂണിയൻ ആകാനും സാധ്യതയുണ്ട്. ഓക്കെ. ദെൻ 8 ഓഫ് സോർഡ്സ് ആണ്. ഇത് സ്വന്തമായിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാതെ ഞാൻ പെട്ടുപോയി എന്ന് വിചാരിക്കുന്ന, വിക്റ്റിമായി പോയി എന്ന് വിചാരിക്കുന്ന ആളുകളുടെ എനർജിയാണ് 8 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു ലിമിറ്റിംഗ് ബിലീഫിനുള്ളിൽ നിങ്ങൾ പെട്ടുപോയി. അപ്പോൾ ഞാൻ പെട്ടുപോയി, ഞാൻ പറ്റിക്കപ്പെട്ടു, ഞാൻ ചതിക്കപ്പെട്ടു, എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളുടെ എനർജിയാണിത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ആ എനർജിയിൽ നിന്ന് പുറത്ത് കടക്കുക എന്നൊറ്റ സൊല്യൂഷൻ മാത്രമേ ഇവിടെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളായിട്ടൊരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണം എന്നാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നെഗറ്റീവ് തോട്ടിൽ ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ എനർജി ലോസ് അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമില്ല, സമയനഷ്ടവും എനർജി ലോസും അല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്തൊരു കാരണം പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യാതിരിക്കുന്നോ ആ കാര്യം നിങ്ങളുടെ നെഗറ്റീവ് തോട്ട് മാത്രമാണെന്ന് മനസ്സിലാക്കുക, മുന്നോട്ട് പോവുക കേട്ടോ. കഴിഞ്ഞ ദിവസം ഇട്ട ഒരു ക്യാപ്ഷന് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇതേ ക്യാപ്ഷൻ ഉള്ളോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എന്താണ് ക്യാപ്ഷൻ ഇടേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വരുന്ന 10 കാർഡ് എടുക്കുമ്പോൾ 10 കാർഡിൽ വരുന്ന എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഇടാൻ നമ്മൾ ശ്രമിക്കുന്നത്, അല്ലാതെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇടാൻ ശ്രമിക്കാം. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഫീലിംഗ് വരും, ആ നെഗറ്റീവ് കാര്യം നടക്കുമെന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് നെഗറ്റീവ് തോന്നുന്ന ദിവസങ്ങളിൽ മാത്രമാണ് നമ്മൾ ആ നെഗറ്റീവായിട്ടുള്ള ക്യാപ്ഷൻസ് ഇടുന്നുള്ളൂ. കാരണം നിങ്ങൾ അത്ര അധികം ശ്രദ്ധിക്കണം. അത് ആർക്ക് വരുന്നതാണെങ്കിലും അവർ സേവ് ചെയ്യപ്പെടണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ആ നെഗറ്റീവ് ക്യാപ്ഷൻ തന്നെ ഇടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കാതെ പോകും, നിങ്ങൾ പോയി അമളിയിൽ പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ നെഗറ്റീവ് ക്യാപ്ഷൻസ് ഇടുന്നത്, ചില ദിവസം പോസിറ്റീവ് ക്യാപ്ഷൻസ് ഇടുന്നത്. അപ്പം നെഗറ്റീവ് ക്യാപ്ഷൻ ചില ദിവസം ഇടുന്നത് നമുക്ക് ഈ റീഡിങ്ങിലെല്ലാം പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് അല്ല വരുന്നത്, നെഗറ്റീവും വരും. അപ്പോൾ പിന്നെ നെഗറ്റീവ് കാർഡ് വന്നിട്ട് പോസിറ്റീവ് വായിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ജെന്യുവനായിട്ട് അങ്ങനെ പറയുന്നത്, ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണേ എന്നാണ് പറയുന്നത്. അപ്പോൾ നെഗറ്റീവ് കണ്ടു, കാണണ്ടായിരുന്നു, നെഗറ്റീവ് ആണെല്ലാം, അതുകൊണ്ട് കാണണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വന്ന കാർഡ്സ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് നെഗറ്റീവേ പറയാൻ നിവൃത്തിയുള്ളൂ. അപ്പോൾ അതിന് ഞാൻ നിരുപാധിക ക്ഷമ ചോദിക്കുന്നു. കാരണം നിങ്ങൾ രാവിലെ ഇരുന്ന് വീഡിയോ കാണുമ്പോൾ നെഗറ്റീവാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അന്നേ ദിവസം മൂഡ് ഓഫ് ആയിരിക്കും, ഇങ്ങനെ വരുമെന്നുള്ള പേടി വരും. അതൊക്കെ എനിക്കറിയാം. റീഡ് ചെയ്യുന്ന എല്ലാവർക്കും ആ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ രാവിലെ വന്നിരുന്നത് റീഡ് ചെയ്തിട്ട് നിങ്ങളിത് കേട്ടിട്ട് പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്. പക്ഷേ നെഗറ്റീവ് വന്നാൽ നമുക്ക് പോസിറ്റീവ് പറയാൻ നിവൃത്തിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ഇത് നമ്മൾ ആക്ഷൻ എടുക്കാതെ നമ്മളായിട്ട് ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിൽ ഇരിക്കുന്ന കാർഡാണ്, നമ്മൾ അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്നാണ്. ദെൻ 3 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത് വിദേശത്ത് നിന്ന് നാട്ടിലേക്കോ നാട്ടിൽ നിന്ന് വിദേശത്തേക്കോ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു കാർഡാണ് 3 ഓഫ് വാണ്ട്സ്. നിങ്ങളൊരു പ്ലാനിങ് നടത്തുന്നു, യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആൻഡ് പ്ലാനിങ് നടത്തുന്നതാണ് 3 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ, ഇവിടെ 8 ഓഫ് സോഡും ഉണ്ടല്ലോ, നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങളൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നതിൻ്റെ കാർഡാണ് 3 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾക്ക് ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും ഇന്ന ദിവസം. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്കൊരു തീരുമാനത്തിൽ എത്താൻ പറ്റുന്നില്ല, ഒരു ജഗ്ലിംഗ് സ്റ്റേജാണ്.
അത് വേണോ ഇത് വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്ന എനർജിയാണ്. പൈസയുടെ കാര്യത്തിലാണെങ്കിൽ ഇന്ന് 2 സോഴ്സ് നിങ്ങൾക്ക് ഓപ്പൺ ആവും. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും എന്നുള്ളൊരു കൺഫ്യൂഷന് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓരോ സമയം മാറുന്നതനുസരിച്ച് നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ ഡിസിഷനും മാറിക്കൊണ്ടിരിക്കും. അതായത് ഒരു കോൺസ്റ്റൻറ്റ് ഡിസിഷനിലേക്ക് എത്താൻ പ്രയാസപ്പെടുന്നു എന്നാണ് കേട്ടോ. ദെൻ ഹീറോഫെൻറ്റിൻ്റെ കാർഡുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആരാധനാലയങ്ങളിൽ പോകാൻ സാധ്യതയുണ്ട്. അതുമല്ലെങ്കിൽ നിങ്ങൾ ഈ പള്ളിയിലും അമ്പലത്തിലൊക്കെയാണ് പോകുന്നതെങ്കിൽ അവിടുത്തെ അമ്പലത്തിലാണെങ്കിൽ പൂജാരി, അതല്ല പള്ളിയിലാണെങ്കിൽ വികാരി, അങ്ങനെ നിങ്ങൾ പോകുന്ന ആരാധനാലയം എവിടെയാണ് അവിടുത്തെ നിങ്ങളുടെ പ്രീസ്റ്റ് അവരോട് സംസാരിക്കുന്നതോ അവരിൽ നിന്നൊരു കൗൺസിലിങ്ങോ ഒക്കെ എടുക്കുന്നതാവാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയക്കാരെ കാണാൻ പോകുന്നതോ അല്ലെങ്കിൽ സാമുദായിക നേതാക്കളെ കാണാൻ പോകുന്നതോ അങ്ങനെയൊക്കെയുള്ളൊരു എനർജി ഉണ്ട്. കല്യാണം പോലുള്ള ഫംഗ്ഷൻസിൽ പങ്കെടുക്കുന്നതാവാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ ഒരു ഗൈഡൻസ്, ഒരു സ്പിരിച്വൽ പേഴ്സണിൽ നിന്ന് ഒരു ഗൈഡൻസ് എടുക്കുന്നതാവാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് ഹീറോഫെൻറ്റ് പറയുന്നത്. അതുപോലെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അത് അവിടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് റിലേഷൻഷിപ്പിൽ, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഡിവോഴ്സിലേക്ക് പോകണോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന ആളുകൾ ഡിവോഴ്സിലേക്ക് പോകാം എന്നൊരു തീരുമാനത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊക്കെയാണ് ഹീറോഫെൻറ്റിൻ്റെ കാർഡ് പറയുന്നത് കേട്ടോ. ദെൻ പേജ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് ഒരു ഓഫർ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സഹായം, ഒരു ഗിഫ്റ്റ്, ഒരു സർപ്രൈസ് ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഒരു പുതിയ ആൾ നിങ്ങൾക്കൊരു ലവ് ഓഫർ തരാനും സാധ്യതയുണ്ട്. അതാണ് പേജ് ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. നിങ്ങൾ കിട്ടുന്ന ഓഫർ എന്ത് തന്നെയായാലും സൂക്ഷിച്ച് മാത്രം സ്വീകരിക്കുക. അതിനകത്ത് ചതികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച ശേഷം മാത്രം ഇവിടെ ഒരു തീരുമാനം എടുക്കണമെന്നാണ് ഈ പേജ് ഓഫ് കപ്പ് പറയുന്നത്. ദെൻ ലവേഴ്സിൻ്റെ എനർജി ഉണ്ട്. അപ്പം ലവ് മേക്കിംഗ് എന്നൊരു എനർജി ഉണ്ട്. ലവ് ആൻഡ് സെക്ഷുവാലിറ്റി എന്നൊരു എനർജി ഉണ്ട്. വളരെ സ്നേഹത്തോടു കൂടി എല്ലാവരോടും പെരുമാറുക എന്നൊരു എനർജി ഉണ്ട്. ഇവിടെയും പറഞ്ഞ പോലെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതായത് 2 പേര് തമ്മിൽ ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ ഡിസിഷൻ മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾ എടുക്കുന്ന തീരുമാനത്തോട് തന്നെ അനുഭാവപൂർണ്ണം മറ്റേ ആൾ നിൽക്കുക എന്നൊരു എനർജി ഉണ്ട്. അപ്പോൾ കുറച്ച് കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടായാലും നിങ്ങൾ ചേർന്നൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ലവ് ആൻഡ് സെക്ഷുവാലിറ്റിയുടെ കാർഡാണ് ലവേഴ്സ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു നല്ല ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇന്ന് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ലവേഴ്സിനെ സംബന്ധിച്ച് ഒരു യൂണിയൻ്റെ കാർഡാണ്. അതുപോലെ സെപ്പറേഷനിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു റീയൂണിയൻ്റെ കാർഡുമാണ് ലവേഴ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് കാർഡ് 8 ഓഫ് വാണ്ട്സ് ആണ്. ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല ഗുഡ് ന്യൂസ് വരുന്നു. ചിലപ്പോൾ ജോലിയൊക്കെ കാത്തിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ജോബ് ഓഫർ, നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ഓർഡർ വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കോൾ ലെറ്റർ വരുന്നതായിരിക്കാം. മെയിലോ അല്ലെങ്കിൽ ഫോൺ കോളോ മെസ്സേജോ വരുന്നതാവാം. നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ കിട്ടും എന്നൊരു കോൾ വരുന്നതാവാം. നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ചിരിക്കുന്നോ, എന്ത് മാനിഫെസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നോ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് ഈ 8 ഓഫ് വാണ്ട്സിൻ്റെ എനർജി പറയുന്നത്. ഇതൊരു മൂവ്മെൻറ്റിൻ്റെ കാർഡാണ്, എയർ ട്രാവലിൻ്റെ കാർഡാണ്. അപ്പോൾ വിദേശത്ത് നിന്ന് നാട്ടിലേക്കോ നാട്ടിൽ നിന്ന് വിദേശത്തേക്കോ പോകാനുള്ള സാധ്യതയുള്ളതാണ്. നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എവിടെയാണോ സ്റ്റക്കായി നിന്നത് അവിടെ ഒരു മൂവ്മെൻറ്റ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ തീരുമാനം എടുക്കാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിന്നിടത്ത് തീരുമാനം എടുത്ത് വേണ്ടാന്ന് വെച്ച് മുന്നോട്ട് പോകുന്നതാവാനും സാധ്യതയുണ്ട്. അതാണ് 8 ഓഫ് വാണ്ട് കേട്ടോ. വേൾഡ് കാർഡാണ് ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു സക്സസിൻ്റെ കാർഡാണ്, സക്സസ് ആൻഡ് കംപ്ലീഷൻ ആണ്. വീണ്ടും അത് ഈ വേൾഡ് കാർഡ് ഒരു എയർ ട്രാവലിൻ്റെ കാർഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു യാത്ര, എന്തായാലും ഒരു യാത്ര ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പം വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾ എവിടെയാണോ അവിടെ സക്സസ്ഫുൾ ആയിരിക്കും എന്നാണ് കാണുന്നത്. എല്ലാം വളരെ നല്ല കാർഡാണ്. ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് മാത്രമാണ് അവിടെ ഒരു പ്രോബ്ലം ഉള്ളൂ. അവിടെ നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് അധിക സമയം അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യണം. ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.